എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്സ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 2.25 കപ്പ് അളവിൽ മൈദമാവാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 250 ml ഈ ഒരു കപ്പിൽ 2.25 കപ്പ് അളവിൽ മൈദമാവ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സ്വല്പം ഈസ്റ്റാണ്. ഒരു 2 നുള്ളി ഈസ്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടായി പോകരുത്. ഇതുപോലെ ചെറിയ തരിയായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിൽ നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് നല്ല മയത്തിൽ വേണം ഇത് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളിതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇളം ചൂടുള്ള വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ചൂടുണ്ടാവരുത്. ഒരു ഇളം ചൂടുള്ള വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മയത്തിൽ നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ മാവ് നമ്മൾ ഇതുപോലെ അത്യാവശ്യം ഒന്ന് മയത്തിൽ കുഴച്ചതിന് ശേഷം കുറച്ചും കൂടി ഓയിൽ ഇതിലേക്ക് ചേർത്തൊന്ന് കുഴക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. 1 കപ്പ് വെള്ളം എടുത്തതിൽ എനിക്കൊരു 3/4 കപ്പ് വെള്ളം മാത്രമേ ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ മാവൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മാവും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കും കൂടെ നമ്മൾ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. ഒരു മാവ് ഒട്ടും തന്നെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു തുണിയോ അല്ലെങ്കിൽ ഇതൊരു ക്ലിംഗ് റാപ്പോ വെച്ചിട്ട് നമുക്കിതിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 മണിക്കൂർ നമുക്ക് ഈ ഒരു മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. 1 മണിക്കൂറും കൂടി ഇതുപോലെ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 350 ഗ്രാം ചിക്കന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണിത്. ഈ ഒരു ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പം മാത്രം മുളക് പൊടിയും കൂടി ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. കുക്കറിലാണെങ്കിൽ ഒരു 1-2 വിസിലും കൊണ്ടൊക്കെ നന്നായിട്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ നമ്മൾ വേവിച്ചതിന് ശേഷം ആ എല്ല് കളഞ്ഞിട്ടെടുത്താൽ മതി. നല്ലപോലെ തന്നെ വേവിച്ചിട്ടെടുത്ത ഈ ഒരു ചിക്കന് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി. നമ്മൾ സാധാരണ കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ഈ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അരഞ്ഞു പോകരുത്. ജസ്റ്റ് നമ്മളൊന്ന് കറക്കിയിട്ടെടുത്താൽ മതി. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഓയിലേക്ക് നമുക്ക് ഇതുപോലൊരു ചെറിയ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിരിക്കുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. സവാള ചേർത്ത് നമ്മൾ 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചച്ചവയൊന്ന് മാറി വരുന്നിടം വരെ നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ചച്ചവ മാറിയതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ചിക്കൻ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. ചിക്കൻ ചെറിയതായിട്ട് നമുക്ക് കിടന്നൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഒരു 3-4 മിനിറ്റോളം ചിക്കനും കൂടി ചേർത്ത് നല്ലപോലെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. പൊടികളുടെ ഒരു പച്ചച്ചൊവയൊന്ന് മാറി വരുന്നതിന് വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കുക്കറിലിട്ടൊന്ന് പുഴുങ്ങിയിട്ടെടുത്താണ് കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ടൊന്ന് പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചിട്ടെടുക്കുക. ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടെടുക്കാവുന്നതാണ്. ഒരു സ്വല്പം മാത്രം ഗരം മസാലയുടെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം.
അപ്പോൾ ഉരുളക്കിഴങ്ങും കിടന്ന് നല്ലപോലെ തന്നെ ചൂടായതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 3-4 ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ എടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഓയിലോ നെയ്യോ അല്ലെങ്കിൽ ബട്ടർ ഇതുപോലെ മെൽറ്റ് ചെയ്തതോ നമുക്ക് കുറച്ചൊന്ന് തൂത്ത് കൊടുക്കാം. ആ ഒരു മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഇതുപോലെ ഒരു 3-4 ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലാണെങ്കിലും കുറച്ച് ഓയിലോ നെയ്യോ അല്ലെങ്കിൽ ഇതുപോലെ ബട്ടർ മെൽറ്റ് ചെയ്തതോ ഒന്ന് തൂത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു മാവ് നല്ലപോലെ തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടി നൈസായിട്ട് വേണം ഇത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നമ്മളിത് നൈസായിട്ട് പരത്തിയിട്ടെടുത്താൽ മതി. ഒരുപാടങ്ങ് കട്ടി കുറഞ്ഞു പോകരുത്. കാരണം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാടങ്ങ് നൈസായി പോയാൽ അതങ്ങ് പൊട്ടിപ്പോവും. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു റൗണ്ട് അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. പരത്തിയെടുത്ത ഈ ഒരു മാവിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഫില്ലിംഗ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഈ ഒരു പരത്തിയ മാവ് കൊണ്ട് നമുക്കിതൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. സൈഡൊക്കെ നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോ മാവും കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. ഈ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൂറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ട പൊട്ടിച്ചതിലേക്ക് നമുക്കൊരു സ്വല്പം കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മുട്ട ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബദാം ഇതുപോലെ തീരെ ചെറിയതായിട്ട് സ്ലൈസ് ചെയ്തതാണ്. ഈ ഒരു ബദാം സ്ലൈസ് ചെയ്ത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് ആണെങ്കിലും എടുത്താൽ മതി. ബദാം ഇതുപോലെ തീരെ നൈസായിട്ട് സ്ലൈസ് ചെയ്ത് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ ഒരു ബദാം സ്ലൈസ് ചെയ്തത് കുറച്ച് വലിപ്പത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് കൈ കൊണ്ട് ചെറിയതായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇനി ഇത് ഓരോന്ന് ഈ ഒരു മുട്ടയിലൊന്ന് നല്ലപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ഈ ഒരു ബദാം സ്ലൈസ് ചെയ്തതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ബദാം സ്ലൈസ് ചെയ്തതിന് പകരമായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ വേണമെങ്കിലും കോട്ട് ചെയ്തിട്ടെടുത്താൽ മതി. ഇനി ഇത് അത്യാവശ്യം ഒരു മീഡിയം ചൂടായിട്ട് എടുക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തീ നല്ല പോലെ തന്നെ നമ്മൾ കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നമുക്ക് ഉള്ളിലെ ആ ഒരു മാവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. പുറമേ അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞങ്ങ് പോവും. അപ്പോൾ തീ നല്ല പോലെ തന്നെ കുറച്ചിട്ടിട്ട് നമ്മളിതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമ്മളിതങ്ങ് എടുത്തേക്കുക. ഇതുപോലെ തന്നെ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തത് ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂട് കട്ടൻ ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റായി. അപ്പോൾ ഈ ഒരു സ്നാക്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും മറക്കാതെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.